الحمد لله الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده وطيبا سرا ونبينا هذب وجوهرا وأكمل به الإيمان وشهرا وصلى الله على سيدنا محمد وعلى آل سيدنا محمد وأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقتلوا أنفسكم إن الله كان بكم رحيما وأيضا قال الله سبحانه وتعالى في القرآن المجيد ولا تلقوا بأيديكم إلى التهلكة وقال رسول الله صلى الله عليه وسلم نعمتان خفيفتان مغبون فيهما كثير من الناس الصحة والفراغ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഈ പരിപാവനമായ ദിവസത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സുഖങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു തആല നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരണസമയം ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ അല്ലാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട ഒരു ചരിത്രമാണ് ബദർ. ആ ബദർ ദിനമാണ് ഈ വരുന്ന ചൊവ്വാഴ്ച റമദാൻ 17-നോടുകൂടെ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ബദറുമായി സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ച് സംവദിക്കണം, സംസാരിക്കണം എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഈ പരിശുദ്ധമായ റമദാനിലും അത്തരത്തിലുള്ള ഒരു വിഷയത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല. കാരണം കാലികമായ 2-3 കാര്യങ്ങൾ പറയണമെന്ന് കരുതുന്നു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളോടാണ് എൻ്റെ സംസാരം. ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇന്നലെ കളമശ്ശേരി ഒരു കോളേജിൽ, ഓട്ടോമൊബൈലിൻ്റെ ഒരു കോളേജിൽ ക്യാമ്പസിൻ്റെ ഉള്ളിൽ നിന്ന്
ലഹരി പിടിച്ചു ക്യാമ്പസിൻ്റെ ഉള്ളിൽ. പിടിക്കപ്പെട്ടത് ഹരിപ്പാട്, കായംകുളം, നമ്മുടെ പ്രദേശമായ ആലപ്പുഴ മേഖലകളിലുള്ള വിദ്യാർത്ഥികളാണ്. ഈ സമീപകാലത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു മനുഷ്യന്റെ സ്വബോധം തന്നെ നശിക്കുക എന്നല്ല, ഒരു മദ്യപാനിയാണെങ്കിൽ നടുറോഡിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു ചെറിയൊരു ബോധമെങ്കിലും ഉണ്ടാവും. ഇത് അതുപോലെ ഇല്ലാതെ നമ്മുടെ സമുദായത്തിൻ്റെ മക്കളും അല്ലാത്ത വിദ്യാർത്ഥികളും യുവാക്കളും അല്ലാതെ മുതിർന്നവരൊക്കെ ഈ ലഹരിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമ്മൾ സ്വന്തമായി നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ വൈകുന്നേരത്തിൽ ഒരു 5:30 ശേഷം വീട്ടിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഇല്ല എങ്കിൽ എന്താണ് താമസത്തിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. പറയാനുള്ള സമയവും സന്ദർഭമൊന്നുമല്ല, വിശാലമായി സംസാരിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് ഏത് രീതിയിലാണ് എന്ന് കൂടി പരിശോധിക്കണം. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവരുടെ ബാഗുകൾ പരിശോധിക്കണം. 5ാം ക്ലാസ്സിലാണ് എൻ്റെ മോൻ പഠിക്കുന്ന, 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് നമ്മൾ കരുതും. പക്ഷേ ചെറിയ മിഠായിയുടെ രൂപത്തിൽ ആദ്യം ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. പിന്നീട് അതിനുശേഷം ആ മിഠായി കിട്ടുന്നതിന് വേണ്ടി സമീപിക്കുമ്പോൾ പിന്നീട് നേരിട്ട് ലഹരി പദാർത്ഥം MDMA-യും അതുപോലെ കഞ്ചാവും ഡ്രഗ്സും ഇഞ്ചക്ഷനും ഒക്കെ ആയിട്ട് കുട്ടികളെ അതിന് അഡിക്റ്റാക്കുകയാണ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഭാവി, അവരെ കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും അവരുടെ പ്രതികരണം. ഇന്നലെ പെരുമ്പാവൂർ ഒരു അച്ഛനെ മകൻ മദ്യത്തിൻ്റെ ലഹരിയിൽ വന്ന് ചവിട്ടിക്കൊണ്ടു. ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം. എന്തെങ്കിലും പറഞ്ഞാൽ രണ്ടിനന്ന് മേത്തോട്ട് കയറുമെന്നുള്ള പേടിയാണ്. മുമ്പ് കോലായിൽ കാരണവും ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ, പിതാവ് ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പുറകുവശത്തോടു കൂടി കളിച്ച് വന്ന് പേടിച്ചരണ്ട് പിതാവ് എന്നോട് എന്ത് ചോദിക്കുമെന്ന് പേടിച്ചിരുന്ന കാലത്ത് നിന്ന് മാറി ഇന്ന് ഈ മക്കൾ ഇങ്ങനെ കയറി വരുമ്പോൾ മക്കളുടെ സംസാരം ഏത് രൂപത്തിലാണെന്ന് പേടിക്കുന്ന രക്ഷിതാക്കളുടെ ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭീകരമായ വിധമുള്ള വിപത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകാനൊക്കെ നമ്മൾ നിരന്തരം ദുആ ചെയ്യണം. പക്ഷേ അതിനോടുകൂടെ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകുന്നതിനോടുകൂടെ നമ്മുടെ മക്കളുടെ നടത്തിപ്പും നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടും നമ്മളുടെ മക്കൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും, അത് പുരുഷനെന്നില്ല സ്ത്രീയെന്നില്ല, അവിടെ വ്യത്യാസമൊന്നുമില്ല. ഏത് സ്റ്റിക്കർ രൂപത്തിലൊക്കെയാണ് യുവതികളിലേക്ക് ലഹരി വസ്തുക്കൾ എത്തുന്നതെന്നാണ്. പിന്നെ ഞാനിത് പറയുമ്പോൾ ചിലർക്ക് വിരോധം തോന്നും, എങ്കിലും പറയുകയാണ്, ഹോസ്റ്റലിൽ വിട്ടുകൊണ്ടുള്ള പഠനം വേണ്ട. ഹോസ്റ്റലിൽ വിട്ടുകൊണ്ടുള്ള പഠനം തിരിച്ചു വരുമ്പോൾ വേറെ ഏതെങ്കിലും രൂപത്തിലായിരിക്കും നിങ്ങൾ മക്കളെന്ന് മാത്രം. നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി നിങ്ങൾ ഹോസ്റ്റലിൽ വിട്ടുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ അവിടെ പോയിരുന്ന് പഠിക്കുകയാണ് എന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾ മൗഢ്യന്മാരുടെ ലോകത്താണ്. നിങ്ങളുടെ ജീവിതം അതുകൊണ്ട് വൃഥാവിലാവുകയാണ്. ഇവിടെ നിന്ന് ട്രെയിൻ കയറി ബാംഗ്ലൂരിലേക്കും അല്ലാതെ ചെന്നൈയിലേക്കും അല്ലാതെയൊക്കെ പോകുന്ന കുട്ടികൾ, പെൺകുട്ടികൾ എൻ്റെ കണ്ണിന് ഞാൻ കണ്ടിട്ടുണ്ട്. റമദാൻ മാസം പോകുന്ന വഴി ഷൊർണൂരങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ കെട്ടും മാട്ടും ഭാവം ഒക്കെ മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികളെ കാത്തുരക്ഷിക്കട്ടെ. രാവിലെ പോയി വൈകുന്നേരം വരുന്ന
പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമ്മുടെ സമീപത്ത് തന്നെ ഉണ്ട്. എഞ്ചിനീയർ ആണോ, നേഴ്സിംഗ് വേണോ, ഡോക്ടറിങ്ങിന് വേണോ, അങ്ങനെയാണോ? MBBS മണ്ടായം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത് ഞാൻ അതിൻ്റെ അടുത്താണ് നേരത്തെ ജോലി ചെയ്തിരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് വൈകുന്നേരങ്ങളിൽ MBBS പഠിക്കുന്ന കുട്ടികളോട് കാണിക്കുന്ന വേണ്ട തരങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യുവതകളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയുന്നത്, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കാത്തിരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാവിയെ അവർ ഉന്നം വെച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ മക്കളെ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകരുത്. വൈകുന്നേരമായാൽ നിങ്ങൾ ഇവിടെയൊക്കെ എന്തൊക്കെ കളിക്കാൻ പോയാലും നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തണേ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു ഖംറിൻ ഹറാം വകുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഹറാമാണ്, എല്ലാ വസ്തുണ്ടാക്കുന്ന കാര്യങ്ങളും ഹറാമാണ്. നമ്മളുടെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം ഹറാമാണെന്ന് പരിശുദ്ധനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അൽ ഖംറു വൽ ഫവാഹിഷ്, എല്ലാ തിന്മകളുടെയും താക്കോലാണ് ലഹരി. നാഷണൽ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ട് ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട്, അതിൻ്റെ വിപത്തുകളും കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ യുവാക്കളോട് ആരെങ്കിലും ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് കടക്കണമെന്ന് ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടി 2-3 കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റമദാനാണ്, നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഇല്ല, സമയമൊക്കെ അധികമാണ്. 70% കൊലയും നടക്കുന്ന, കൊലപാതകങ്ങളും നടക്കുന്നത് ലഹരി ഉപയോഗിച്ചാണ്. 65% മോഷണവും ബലാത്സംഗവും നടക്കുന്നത് ഈ ലഹരിയുടെ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ളതായ പ്രവർത്തനത്തിൻ്റെ പരിണിതഫലമായിക്കൊണ്ടാണ് എന്ന് പറയാം. എന്താണ് ഈ ഡ്രഗ്സ് ഉപയോഗിച്ചാലുള്ള കുഴപ്പം? പല കുഴപ്പങ്ങളുണ്ട്. പക്ഷെ അതേ പറയാം, സമയം അനുവദിക്കുന്നില്ല എങ്കിലും പറയുകയാണ്. തലച്ചോറിൻ്റെ മിഡാല എന്ന് പറയുന്ന ഭാഗത്തെയാണ് ഈ ലഹരി ബാധിക്കുന്നത്. ഏതൊരു ലഹരിയാണ്? എന്താണ് ഈ അഡിക്ഷൻ എന്ന് ചോദിച്ചാൽ, ഏതൊരു സാധനവും നമ്മളെ അമിതമാവണ്ണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിടിച്ചിരുത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം അഡിക്ഷനാണ്. മൊബൈൽ നോക്കുന്നു, നിരന്തരം മൊബൈലിൽ തന്നെ നോക്കുകയാണെങ്കിൽ അത് അഡിക്ഷനാണ്. TV-യിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ അത് അഡിക്ഷനാണ്. ഏതൊരു സാധനത്തെയാണെങ്കിലും ശീലവും ദുശീലവും വേർതിരിക്കുന്നതിനെ കുറിച്ച് തന്നെ സംസാരിക്കാൻ ഒരുപാട് സമയങ്ങൾ വേണ്ടി വരും. അപ്പോൾ തലച്ചോറിൻ്റെ മിഡാല എന്ന് പറയുന്ന ഭാഗത്തെയാണ് ഇത് ബാധിക്കുന്നത്. ഈ ഭാഗത്തെ ബാധിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ, ആത്മീയപരമായ കാര്യങ്ങളോടുള്ളതായ അഭിനിവേശവും താല്പര്യവും അവൻ്റെ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടാൽ എന്ത് പറ്റും? പിന്നീട് അവനോട് പിന്നെ ഗുണമെന്ന് ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മുടെ മക്കൾ MDMA എങ്ങാനും ഉപയോഗിച്ച് ഒരാഴ്ച കഴിഞ്ഞ് മാതാപിതാക്കൾ പറയടാ എന്ന് പറഞ്ഞാൽ തിരിച്ച് എന്ത് ഇങ്ങോട്ട് വേണം, ഞാൻ വരാം, അനുസരിക്കാൻ കൂട്ടാക്കാത്തില്ല. ആ ഉപദേശങ്ങളെ തട്ടുന്ന ഒരു സ്വഭാവത്തിലേക്ക് ആദ്യഘട്ടം തന്നെ അവൻ ആ ലഹരി പിടിച്ചിരുത്തുമെന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണേ. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ ഭീകരമാണ്. ആര് ഉപദേശിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല, ഉസ്താദ് ഉപദേശിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല, അധ്യാപകൻ ഉപദേശിച്ചിട്ടും കാര്യമില്ല. കഴിഞ്ഞ ദിവസമല്ലേ ഒരു അധ്യാപകന്റെ നേരെ എന്തോ ഒന്ന് വരാത്തതിന്റെ പേരിൽ ചൂടായ സമയത്ത് അധ്യാപകന്റെ നേരെ കൈ ചൂണ്ടിയിട്ട് സംസാരിച്ചെന്താ? തീർത്തു കളയുന്നതാണ്, ശരിയാക്കി കളയുന്നതാണ്. അവന്റെ അധ്യാപകന്റെ നേരെ ചൂണ്ടാൻ ഉയർത്തിയതായ കൈ എവിടെയാണ്? ഏത് കാലത്താണ് നമ്മൾ നിൽക്കുന്നത്? ആ അധ്യാപകന്റെ നേരെ ചൂണ്ടാൻ ഉയർത്തിയതായ കൈയുടെ കാര്യം ഞാൻ പറയേണ്ട സാഹചര്യമില്ല. ഗുരുത്വം എന്ന് പറയുന്നത് പണ്ടുള്ള ആളുകൾ പറയും, മക്കളെ അറിവ് കുറച്ച് മതി, ഗുരുത്വം കൂടുതൽ വേണം. ഗുരുത്വം പൊരുത്തമില്ല, ഗുരുത്തം കെട്ടണമെന്നൊക്കെ പറയില്ല. എവിടെ പോയാലും രക്ഷപ്പെടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പുകവലി ഇന്ന് ഒരുപാട് അധികരിച്ചിരിക്കുകയാണ്. പുകവലിക്ക് പുകയല്ലേ വലിക്കുന്നത്, സിഗരറ്റല്ലേ വലിക്കുന്നതെന്ന് കരുതിയിരിക്കുകയാണ്. പുകവലി എന്ന് പറഞ്ഞാൽ മദ്യപാനത്തെക്കാളും അപകടകരമാണ്.
എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നത്? 7000 വരുന്നതായ രാസവസ്തുക്കളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. 7000 വരുന്നതായ രാസവസ്തുക്കൾ. ഒരു പുതിയൊരു പഠനം പറയുന്നത് സിഗരറ്റിന്റെ പൊടി എങ്ങാനും ശരീരത്ത് ഒരു മണിക്കൂർ എങ്ങാനും തട്ടി അറിയാതെ നിന്ന് പോയാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ സ്കിന്നിന്റെ അവിടെ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷ മലിനീകരണം. അപ്പൊ അങ്ങനെ നിരന്തരം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ ലഹരിയുടെ ഉപയോഗത്തിൽ കേരളം 1-ാം സ്ഥാനമാണ്. എന്തിന്റെ കാര്യത്തിലാണ് നമ്മൾ 1-ാം സ്ഥാനം? ലഹരിയുടെ കാര്യത്തിൽ നമ്മൾ 2-3 കാര്യങ്ങളിൽ 1-ാം സ്ഥാനത്താണ്. ഒന്ന് സാക്ഷരതയുടെ കാര്യത്തിൽ 1-ാം സ്ഥാനത്താണ്. അതുപോലെ തന്നെ ആരോഗ്യ പരിചരണ കാലത്തും സമീപനങ്ങളുടെ കാര്യത്തിലും നമ്മൾ 1-ാം സ്ഥാനമാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 1-ാം സ്ഥാനമായി നിൽക്കുമ്പോൾ തന്നെ ലഹരിയുടെ ഉപയോഗത്തിൽ കേരളം നമ്പർ 1 ആണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതായ മദ്യത്തിന്റെ 16% എത്തിച്ചേരുന്നത് കേരളത്തിലാണ്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരു വർഷം 11 ലിറ്ററാണ്, മദ്യപാനിയുടെ കാര്യമാണ് കേട്ടോ, 11 ലിറ്ററാണ് ഒരു വർഷം അവൻ കുടിച്ചു തീർക്കുന്നത്. 26 കോടി ലിറ്ററാണ് ഒരു വർഷം കേരളത്തിൽ മുഴുവനായിട്ട് എല്ലാവരുമായി ഇത് കുടിച്ചു തീർക്കും. മദ്യപാനികൾ മുഴുവനുമായി ഇത് കുടിച്ചു തീർക്കും. കേരളത്തിൽ ഒരു മാസം കേരളത്തിലെ പാൻ മസാലകളുടെ ഉപയോഗത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 35,000 കിലോയാണ്. ഓർക്കണേ, 35,000 കിലോ. അതുപോലെ തന്നെ പാൻ മസാലകൾ ഒരുപാട് വിറ്റഴിക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ലഹരി വസ്തുക്കൾ, ഈ MDMA പോലത്തെ കഞ്ചാവ് പോലത്തെ നിരന്തരമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു 10 കണക്കിന് ഒരു കണ്ടെയ്നർ ലോറിയിലാണ് വന്നിറങ്ങിയത്. കഞ്ചാവല്ല, ഈ ലഹരി വസ്തുവാണ്, രാസലഹരിയാണ്. നിരന്തരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിടിക്കപ്പെടുന്ന 1-2 മാത്രമാണ്. പിടിക്കപ്പെടുമ്പോൾ നമ്മൾ ഓർക്കും ഇതെന്തോ കേരളത്തിന് മൊത്തം എത്തിക്കാനല്ല. അല്ല, ഏതോ ഒരു പ്രദേശത്തേക്ക് മാത്രം, മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് മാത്രം ഇറക്കപ്പെട്ടതാണ് തിരൂര്. അതുപോലെ തന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും കൊച്ചിയിലൊക്കെ പ്രത്യേകിച്ച് എത്തുന്നുണ്ട് എന്നുള്ളത്. ഇതെല്ലാം നമ്മുടെ മക്കളെ ഉപയോഗിക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത്, നമ്മുടെ മക്കളിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. ആരും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് കേട്ടോ. മദ്യത്തിന് ഒരു വർഷം നിർത്തണം, ഇപ്പൊ തന്നെ നിർത്തും. മദ്യത്തിന് ഒരു വർഷം 77,860 കോടി രൂപയാണ് ലാഭം ഉണ്ടാകുന്നത്. സർക്കാരിനാണെങ്കിലും കേന്ദ്രത്തിനാണെങ്കിലും ലാഭം ഉണ്ടാകും. ഒരു വർഷം സിഗരറ്റ് വിറ്റഴിക്കുന്നതിലൂടെ ലാഭം ഉണ്ടാകുന്നത് 300 കോടിയാണ്. പാൻ മസാലക്ക് കിട്ടുന്നത് 100 കോടിയാണ്. ഈ രേഖകളിലൊന്നുമില്ലാതെ, അതായത് ഉപയോഗിക്കാൻ സർക്കാർ അനുവദിക്കാത്തതായ കഞ്ചാവ് പോലത്തെ MDMA പോലത്തെ സാധനങ്ങൾ, അതിൻ്റെ കോടികളുടെ വിലയുടെ അടിസ്ഥാനമൊന്നും നമുക്ക് പറയാനേ പറ്റില്ല. നിയന്ത്രണാതീതമാണ്. എത്രയാണ് അവരുണ്ടാക്കുന്ന ലാഭം എന്ന് പറഞ്ഞാൽ അതറിയില്ല. എത്ര കൊടുത്തായാലും നമ്മുടെ കുട്ടികളെ മേടിക്കുമെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. 45% കുട്ടികളും ഇന്ന് ലഹരിക്ക് അടിമയാണ്. 45% വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമയാണ്. എത്രയാ ബാക്കിയുള്ളത്? 55% പഠിക്കുന്ന, മാതാപിതാക്കൾ പറഞ്ഞ അനുസരിക്കുന്ന. ഒരു മനുഷ്യൻ, ഒരു മദ്യപാനി നിരന്തര മദ്യപാനിയാകുന്നത് 10 മാസക്കാലം അവൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന്റെ ജീവിതത്തിൽ അത് മാറ്റൽ വളരെ പ്രയാസകരമായി. പക്ഷേ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ 1 മാസം അവൻ ഉപയോഗിച്ചാൽ അവൻ അതിന് അഡിക്റ്റായി. 1 മാസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനിക്ക് കിട്ടിയില്ല എങ്കിൽ അവൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ വീട്ടിൽ കയറി വാപ്പാനോട് ചോദിക്കും, ഉമ്മാനോട് ചോദിക്കും. കിട്ടിയില്ല എങ്കിൽ ചുറ്റി എടുക്കും, വെട്ടര എടുക്കും, വാക്കത്തിൽ ഇറങ്ങി ഓടിക്കണം, കണ്ടപ്പഴി ഓടിക്കണം. ഓടിയ വഴിയോ പുല്ലും കാണത്തില്ല, തുണി വെക്കുന്നുണ്ട്, ഓടുക. നിവർത്തിയില്ല. എന്തുകൊണ്ട്? എനിക്ക് വേണം. എന്താ വേണ്ടത്? ഈ സാധനം കിട്ടിയില്ല എങ്കിൽ നിർവൃതിയില്ല.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയുന്നത് ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടണ്ടേ എന്ന് മാത്രമാണ്. 8 ലക്ഷം പേരാണ് കരൾ രോഗികളായിട്ട് മാറുന്നത്. ഇതിൻ്റെ ഞാൻ ഇന്ന് ഈ വിഷയം എടുത്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ കണ്ണ് തന്നെ തള്ളിപ്പോകുന്ന രീതിയിൽ 8 ലക്ഷം പേര് കരൾ രോഗികൾ മാത്രമാണ്. 80,000 പേരാണ് ക്യാൻസർ രോഗികളായിട്ട് മാറുന്നത്. ഒറ്റ തവണ ഒരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിന്റെ 1500 സെല്ലുകൾ നശിച്ചു പോകും. ബ്രെയിനിന്റെ 1500 സെല്ലുകൾ നശിച്ചു പോകും. നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതം ഭാവിശോഭനമാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്നത് ബുദ്ധി കൊണ്ടാണ്. ഈ ബുദ്ധിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കോശങ്ങളെ നശിപ്പിക്കാൻ, 1500-ൽ പരം വരുന്നതായ കോശങ്ങളെ നശിപ്പിക്കാൻ ഒരു വെട്ടം ലഹരി ഉപയോഗിച്ചാൽ, ഒരു വെട്ടം MDMA ഉപയോഗിച്ചാൽ, രാസലഹരി ഉപയോഗിച്ചാൽ പറ്റുമെന്നുള്ളതാണ്. മരുന്നില്ലാത്ത 3 രോഗങ്ങൾ പിടിപെടും. മരുന്ന് അതിന് കണ്ടുപിടിക്കപ്പെട്ടിട്ടേ ഇല്ല. അങ്ങനത്തെ 3 രോഗങ്ങൾ, 36 രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാണ്. 57 രോഗങ്ങൾക്ക് മരുന്ന് ഫലിക്കുകയേ ഇല്ല. 56 രോഗങ്ങൾക്ക് മരുന്ന് ഫലിക്കുകയില്ല. പക്ഷെ അതിന് മരുന്നുണ്ട്, പക്ഷെ അത് ഫലിക്കില്ല. നമ്മുടെ ശരീരത്ത് ആ പ്രതിരോധ ശേഷിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് നശിപ്പിച്ചു കളഞ്ഞു, ആ കോശങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. നിർത്തുകയാണ്. എനിക്ക് കാലിൽ തൊണ്ടൊക്കെ പറയുന്നുണ്ട്. അതുപോലെ 40,000 റോഡപകടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ നിരന്തരം നമ്മുടെ മക്കളെ പേടിക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ നിങ്ങൾ നമ്മുടെ മക്കളെ പേടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. നിങ്ങൾ നല്ല ശിക്ഷണം കൊടുത്ത് വൈകുന്നേരമായ വീട്ടിൽ കാണണമെന്ന് പറഞ്ഞ് അവൻ്റെ എല്ലാ മൈന്യൂട്ട് സെക്കൻഡും ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ പുറകെ നടക്കണം. ഞാൻ ആലോചിക്കുന്നത്, അപ്പം വീടിൻ്റെ അടുത്ത് ആ ഭാഗത്ത് എവിടെയെങ്കിലും തന്നെ ജോലിയായാൽ മതി. പക്ഷേ മക്കൾ ഏത് രീതിയിലാണ് വളർന്നു വരുന്നത്, അവരെ കൊണ്ട് ഒരു പെണ്ണിനെ പിടിച്ചു നിർത്താൻ കഴിയോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. നല്ല ശിക്ഷണം കൊടുത്ത് നന്നായിട്ട് പേടിപ്പിച്ച് സമൂഹത്തെയും സമുദായത്തെയും പേടിച്ച് തന്നെ അവൻ വളരണം. മുമ്പ് റോഡിന്റെ സൈഡിൽ ഒരു കാരണവനുണ്ടെങ്കിൽ, ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഉനീസിക്ക, താരിക്ക, ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ വഴിക്ക് പോകത്തില്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ പേടിയാണ്. ഇപ്പൊ ആരുണ്ടെങ്കിലും മൊയ്തനിക്ക പോക്കരിക്ക ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. അവനിക്ക് അതിനേക്കാളും വലിയ പോക്കരിക്കാനാണ് കിട്ടിയിരിക്കുന്നത്. അവന്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത് അവനെ മതിക്കുന്നത് അതാണ്. എത്ര വലിയ ഭീകരനായ ആൾ വന്നാലും അവനെ അടിച്ച് നിലംപിഴുത്താക്കാൻ അവനെ കൊണ്ട് കഴിയുമെന്നുള്ളതായ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ റമദാനാണ്, പരിശുദ്ധ റമദാനിൽ ഇങ്ങനെ ഒരു വിഷയം അത് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മുഷിപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഒരുപാട് യുവാക്കൾ സന്നിഹിതരാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റമദാന്റെ പോരിശയുള്ളത് കൊണ്ട് തന്നെ ജുമാ പോലും മുടക്കാത്ത ഒരുപാട് പേരുണ്ടാകും. ആ സമയത്ത് ഏതെങ്കിലും ഒരു യുവാക്കൾക്ക് ഇങ്ങനെ ഉപയോഗിക്കണമെന്നല്ലെങ്കിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു യുവാക്കൾ ഒരാളെങ്കിലും മാറിയാൽ അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു നന്മയായിട്ട് ഞാൻ കാണുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അനിബ്നു ഉമർ അനിബ്നു മസ്ഊദ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തസൂൽ ഖദമ ഇബ്ന ആദമ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരു ആദം സന്തതിയുടെ കാൽപാദം മറക്കാൻ അവനിക്ക് സാധിക്കുകയില്ല. മിൻ ഇൻദി റബ്ബിഹി, അവന്റെ രക്ഷിതാവിന്റെ അടുക്കൽ, ഹത്താ 5 കാര്യങ്ങളെ കുറിച്ച് അവൻ അതിന് ഉത്തരം പറഞ്ഞിട്ടല്ലാതെ അവന്റെ കാൽപാദം അനക്കാൻ അവനെ കൊണ്ട് സാധ്യമല്ല. അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ അവന്റെ ആയുസ്സിനെ കുറിച്ച് അവനോട് ചോദിക്കും. അവൻ നശിപ്പിച്ച് കളഞ്ഞ അവന്റെ യുവത്വത്തെ കുറിച്ച് അവനോട് ചോദിക്കും. അവന്റെ മുതലിനെ കുറിച്ച് അവനോട് ചോദിക്കും. മിനൈന യക്തസബഹു,
അതുപോലെ തന്നെ സമ്പാദിച്ചത് എവിടെയാണെന്ന് ചോദിക്കും. അവന്റെ സമ്പത്ത് എവിടെ കൊണ്ടാ ചെലവാക്കിയതെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ആലിമീങ്ങളായ നമ്മളും വിദ്യാഭ്യാസമുള്ളതായ പ്രബുദ്ധരായ മനുഷ്യരോടും ചോദിക്കും, നീ അറിഞ്ഞതിൽ നിന്ന് നീ എന്താണ് ചെയ്തതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുമ്പോ നമുക്ക് എന്താ ഉത്തരം പറയാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പാരത്രിക ലോക ജീവിതം മുന്നിൽ കണ്ടുകൊണ്ടുള്ളതായ നല്ലൊരു ജീവിതം നമ്മുടെ മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട്, നമ്മുടെ മക്കളെ അനുസരിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, ഞാൻ ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്നതായ പള്ളിയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ 2 പൈതങ്ങൾ എന്റെ അടുത്ത് വന്നുകൊണ്ട് കരഞ്ഞു. എന്തിനാ മക്കളെ നിങ്ങളെ കരയുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോ ആ മക്കൾ എന്നോട് പറഞ്ഞതായ സന്ദർഭം, സാഹചര്യം ഇപ്പോഴും എന്റെ കണ്ണിലുണ്ട്, കണ്ണ് നിറയാതെ അത് കാണാൻ പറ്റില്ല. എന്താണെന്നറിയോ? അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അറിയാതെ സാന്ദർഭികമായിട്ട് കയറി വന്നത്, പിതാവ് എപ്പോഴും ഉമ്മാനെ മദ്യപാനയായി വന്നുകൊണ്ട് എപ്പോഴും ഇടിയും ബഹളമാണ്, എപ്പോഴും അടിയെ, എപ്പോഴും മക്കൾ വന്നിരിക്കുമ്പോൾ രാവിലെ മദ്രസയിൽ വരുന്ന മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരൊരു മ്ലാനതയിലാണ്, ഒരു വിഷമത്തിലാണ്. എന്താ മക്കളെ? ഉമ്മാനെ ഇന്നലെ വാപ്പ ഉപദ്രവിച്ചു. ഇതാ പറച്ചിൽ നിരന്തരം. ഞാൻ എന്നിട്ട് നമുക്ക് കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ചെറിയൊരു റിക്കവറുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചെറിയായിട്ട് ഉപദേശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മളോട് അങ്ങനെ സംവദിക്കും. ഇങ്ങോട്ട് പോയതിനു ശേഷം ആ മക്കൾ ചോദിച്ചത്, ഉസ്താദേ ഇനി ഞങ്ങൾ ആരോട് പറയും? എന്തായാലും ഞങ്ങൾ ആ സാഹചര്യം എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? നിങ്ങളെ ഒരു മദ്യപാനി ആയിക്കോട്ടെ, നിങ്ങളൊരു ഡ്രഗ്സിന്റെ ഉപയോഗത്തിൽ നിങ്ങൾ ആയിക്കോ, പക്ഷേ നിങ്ങളുമായി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നിങ്ങളെ കൊണ്ടൊരു ഉപദ്രവം അത് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരിമാർ, നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആരും നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു